ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് പി സിയിൽ യൂട്യൂബേഴ്സ് കളിക്കുന്ന പോലെ നമ്മൾ ഇമോട്ട് സ്പാം ചെയ്ത് ഇമോട്ട് ഇങ്ങനെ നിൽക്കൊണ്ടിരിക്കില്ല, ഇമോട്ട് ഇങ്ങനെ ഇട്ടാണ്ട് അതേപോലെ നമുക്കും ഫോണിൽ എങ്ങനെ ഇമോട്ട് ഇടാമെന്നുള്ളൊരു സീക്രട്ട് ആപ്പുമായിട്ടാണ് ഞാൻ അന്ന് വന്നിട്ടുള്ളത്. ആ ആപ്പിൻ്റെ പേര് ഇതിൽ പറയുന്നുണ്ട്. അതിനായി ആദ്യമായി നമ്മൾ ഫ്രീ ഫയറിൽ പോയിട്ട് സെറ്റിങ്സിൽ പോവുക. എന്നിട്ട് നമ്മൾ ഇമോട്ടിൻ്റെ ബട്ടൺ നമ്മുടെ ആവശ്യമുള്ള ഇമോട്ടിൻ്റെ നേരെ വെക്കുക. എന്ന് പറഞ്ഞാൽ ഇതിൽ കാണിക്കുന്ന പോലെ വെക്കുക. എന്നിട്ട് ഇതേപോലെ ഞാനിപ്പോൾ ആ ഇമോട്ടിൻ്റെ ബട്ടൺമേ ആ ഒരു സ്മൈൽ ബട്ടൺമേ നിൽക്കുമ്പോഴൊക്കെ ഇമോട്ട് ഉണ്ടാവും. അങ്ങനത്തെ രീതിയിൽ വെക്കണം. ആ സ്മൈൽ ബട്ടൺമേ നിൽക്കുമ്പോഴൊക്കെ ഇമോട്ട് ഉണ്ടാവും. ഞാൻ അങ്ങനത്തെ രീതിയിൽ വെക്കുക. ഇതിൽ പോയി ഇതേപോലെ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ വെച്ചാൽ മതി. അതാകുമ്പോൾ നമുക്ക് കറക്റ്റ് വെക്കാൻ പറ്റും. എന്നിട്ട് നമ്മൾ ഇമോട്ട് പേജ് ഒന്ന് തുറന്ന് വെച്ചാണ്ട് ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക. എന്നിട്ട് കീ മാപ്പർ എന്ന് പ്ലേ സ്റ്റോറിൽ പോയി അടിച്ചാൽ നിങ്ങൾക്ക് ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ആപ്പ് സ്റ്റോറിൽ പറ്റുമോ എന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ കീ മാപ്പർ ഡൗൺലോഡ് ചെയ്തിട്ട് അത് തുറക്കുക. എന്നിട്ട് മേലെ കുറേ എനേബിൾ ചെയ്യാൻ കാണിക്കും. അതിൽ ഞെക്കിയിട്ട് നിങ്ങൾ എനേബിൾ ചെയ്ത് കൊടുത്തിട്ട് ഞാൻ ചെയ്ത പോലെ ഇവിടെ റെക്കോർഡ് എന്നുള്ളിടത്ത് ഞെക്കിയിട്ട് നിങ്ങൾക്ക് വേണ്ട ഒരു സൈഡ് ബട്ടൺ നിൽക്കുക. എന്ന് പറഞ്ഞാൽ വോളിയൻ്റെ സൈഡ് ബട്ടൺ, വോളിയൻ്റെ അടിയത്തെ വോളിയം കുറക്കുന്ന ബട്ടൺ ഞെക്കി പിടിക്കുക. അപ്പോൾ ഒരു വരും. അതിന് സെറ്റിങ്സിൽ പോയി ആക്സലിൽ പോയാൽ അതിൽ കയറി ടാപ്പ് സ്ക്രീൻ എന്നുള്ളത് ഞെക്കിയിട്ട് നിങ്ങൾക്ക് വേണ്ട ആ ഒരു ഇമോട്ടിൻ്റെ സ്ക്രീൻ കൊടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ആ ഇമോട്ടിൻ്റെ സംഭവമില്ല അവിടെ നിൽക്കുക. അവിടെ ഞെക്കിയിട്ട് അത് സേവ് ചെയ്യുക. പിന്നെ നിങ്ങളൊരു പേരും കൊടുക്കുക. ഇതിൽ പറയുന്ന പോലെ സബ് പ്ലീസ് നിങ്ങളും സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് അവിടെ ടച്ച് ചെയ്യണം. ആ പിക്ചർ കൊടുത്തതിന് ശേഷം ആ സ്ക്രീൻഷോട്ടിൽ നിങ്ങൾക്ക് ഇങ്ങനെ സ്പാം ചെയ്യുമ്പോൾ ഇമോട്ട് വെച്ചോ സ്മൈൽ വെച്ച് കൊടുത്ത് നിങ്ങൾ നിൽക്കണം. എന്നിട്ട് ഇതേപോലെ ഇതിൽ സെറ്റിങ്സിൽ പോയി ഫസ്റ്റത്തും അവസാനത്തും 20 ഇട്ട് കൊടുക്കുക. രണ്ടാമത്തെ നോ ലിമിറ്റിലും ഇട്ട് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ നേരെ ഇതേപോലെ ചെയ്താൽ മതി. ഇനി ഫ്രീ ഫയറിൽ കയറി ഞാൻ റിസൾട്ട് കാണിച്ചു തരാം. ഇതാണ് അവസാനം റിസൾട്ട് ഉണ്ടാവുക. നിങ്ങൾക്ക് ഇതുപോലത്തെ നല്ല വീഡിയോസ് വേണമെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കമൻറ്റിൽ നിങ്ങൾക്ക് ഇനി വേണ്ട വീഡിയോൻ്റെയും ലൈക്കും കമൻറ്റും അയച്ചാൽ മതി.